if z equal to x into y into e raised to x by y and x equal to r cos theta, y equal to r sin theta, find dou z by dou r, dou z by dou theta at r equal to 2 and theta equal to pi by 6. എന്താ ഇവിടെ ക്ലിയർ ആണ്. Z is a function of x and y and x is function of r and theta. X and y are functions of r and theta. അപ്പോൾ എന്താ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. That is z is function of x and y. X and y are functions of r and theta. Therefore, we have to use chain rule. Therefore, dou z by dou r first one. Dou z by dou r equal to dou z by dou x into dou x by dou r plus dou z by dou y into dou y by dou r. ഇതിൽ ഓരോ ടേമിൻ്റെ ഡെറിവേറ്റീവ് എനിക്ക് കാണാം. ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് ബൈ വൈ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈ കോൺസ്റ്റന്റ് അല്ല, വൈ കോൺസ്റ്റന്റ് ആണ്. ഇ റേസ് ടു എക്സ് ബൈ വൈയിൽ ഡിവൈഡ് ബൈ വൈ ആണ്. പക്ഷെ നമുക്ക് അതിനെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഈ ഒരു വൈനെ മാത്രം നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, വൈ ഇൻറ്റു dou by dou x of x e raised to x by y. ഇവിടെ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ബൈ വൈ, നേരത്തെ ഇത് നമുക്ക് വൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഔട്ട് സൈഡ് എടുത്തു. ഇനി ബാക്കിയുള്ള ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, വൈ ഇൻറ്റു, ശ്രദ്ധിച്ച് ചെയ്യണം, ഫസ്റ്റ് ഫംഗ്ഷൻ പ്രോഡക്റ്റ് റൂൾ എന്താ, ഡെറിവേറ്റീവ് ഓഫ് യു വി ഈസ് u v dash plus v u dash എന്നാണ് വരിക. അപ്പോൾ എന്ത് വരും കറക്റ്റ് ആയിട്ട്, അതായത് u v dash പ്ലസ് v u dash. ഫസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു dou by dou x of e raised to x by y plus e raised to x by y into dou by dou x of x, that is equal to y into x into dou by dou x of e raised to x by. Dou by dou x of e raised to x by എന്ന x into e raised to x by y, അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, into dou by dou x of 1 by y ആണ്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്, പ്ലസ് സെക്കൻഡ് ടേമിന്റെ e raised to x by y into dou by dou x of x, that is 1, that is equal to y into x into e raised to x by y into dou by dou x of, സോറി ഇവിടെ 1 by y അല്ല, ഇവിടെ x by y വരിക. dou by dou x of x by y എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ 1 by y കോൺസ്റ്റന്റ്, അപ്പോൾ 1 by y into 1 വരും, ദാറ്റ് ഈസ് 1 by y പ്ലസ് സെക്കൻഡ് ടേമിൻ്റെത് ഇ റേസ് ടു എക്സ് ബൈ വൈ. രണ്ട് ടേമിലും ഇ റേസ് ടു എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു വൈ എക്സ് ബൈ വൈ പ്ലസ് 1 വരും. ഇനി എന്ത് ചെയ്യുക, വൈനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിടുക, ഇ റേസ് ടു എക്സ് ബൈ വൈ. സിംപ്ലിഫിക്കേഷൻ ഓപ്ഷണൽ ആണ്, നമുക്ക് ഇവിടെ ഈ ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് കമ്പൽസറി ഒന്നുമില്ല. e raised to x by y into x plus y എന്ന് വരും. അപ്പോൾ ഡോ z by ഡോ എക്സ് ആയി. അതേപോലെ എന്ത് വേണം, ഡോ z by ഡോ y, ഡോ z by ഡോ y ആണ് ഡോ by ഡോ y ഓഫ് എക്സ് വൈ ഇ റേസ് ടു എക്സ് ബൈ വൈ. നേരത്തെ y വെച്ച് എക്സ് വെച്ച് ചെയ്യുമ്പോൾ y ആയിരുന്നു കോൺസ്റ്റന്റ്, ഇപ്പൊ എന്താണ് എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഡോ by ഡോ y ഓഫ് y e raised to x by y. Again product rule use ചെയ്യുക. അപ്പോൾ എന്തായാലും x into first function into derivative of second, y into dou by dou y of e raised to x by y plus e raised to x by y into
dou by dou y of y, that is equal to x into first function into derivative of second. E raised to x by y derivative with respect to y എന്താണ്? E raised to x by y into dou by dou y of 1 by y plus e raised to x by y into derivative of y is 1. So that is equal to, okay, x into y into e raised to x by y into dou by dou y of 1 by y. Again, ഇവിടെ 1 by y അല്ല, ഇവിടെ dou by dou y of x by y ആണ്. Dou by dou y of 1 x by y എന്ന് പറയുമ്പോൾ with respect to y ആണ്. അപ്പോൾ x into dou by dou y of xy by ആണ്. x കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് എന്ത് ചെയ്താൽ x into derivative of 1 by y എന്ന് എഴുതാം. Derivative of 1 by y is minus 1 by y square. Minus 1 by y square plus e raised to x by y. അപ്പോൾ എന്താ? Again നോക്കൂ, രണ്ട് ടേമിലും e raised to x by y കോൺസ്റ്റന്റ് ആണ്. For x into e raised to x by y. ബാക്കിയുള്ള ടേംസ് എന്തൊക്കെ വരും? ഫസ്റ്റ് ടേമിൽ xy minus xy by y square plus 1. അപ്പോൾ ഒരു y ക്യാൻസൽ ചെയ്യാം. അപ്പോൾ x into e raised to x by y, സെക്കൻഡ് ടേം ആയ 1 ഫസ്റ്റ് 1 minus y by y square എന്താവും? 1 by y ആണ്. ദാറ്റ് ഈസ് 1 minus x by y. അതുമായല്ലോ. നെക്സ്റ്റ് ഇനി എന്താ ആവശ്യം ഇതിൽ? dou y by dou r and നോക്കൂ, ഇതല്ലേ dou z by dou x ആയി, dou z by dou y ആയി. ഇനി dou x by dou r and dou y by dou r കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഈസി ആയി ചെയ്യാം. dou x by dou r means dou by dou r of r cos theta. R cos theta with respect to r ആവുമ്പോൾ എന്താവും? cos theta. നെക്സ്റ്റ് dou y by dou r, that is dou by dou r of r sin theta. അതെന്താവും? sin theta ആവും. ആറിൻ്റെത് 1 വരും. അപ്പോൾ ഇത്രയായി. അതിന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് dou z by dou r ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ കാര്യമായി. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തോരും therefore dou z by dou r is equal to dou z by dou x. Dou z by dou x നോക്കൂ, x plus y into e raised to x by y into dou x by dou r. Dou x by dou r എന്താ? into cos theta plus അടുത്തിട്ട് dou z by dou y എന്താ? x e raised to x by y into 1 minus x by y dou y by dou r, that is sin theta. ഇതാണ് ആൻസർ. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? എക്സിനെ റീപ്ലേസ് ചെയ്യുക. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് കൊടുക്കുക, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. നമ്മളോട് പറഞ്ഞത് കാൽക്കുലേറ്റ് ഡോ സെറ്റ് ബൈ ഡോ ആർ ആൻഡ് ഡോ സെറ്റ് ബൈ ഡോ തീറ്റ. ഡോ സെറ്റ് ബൈ ഡോ ആർ അറ്റ് ദ പോയിന്റ് ആർ ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈക്വൽ ടു 5/6 അല്ലേ? അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഡോ സെറ്റ് ബൈ ഡോ എക്സ് അറ്റ് ആർ ഒരു പോയിന്റും നിങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ തന്നെ എഴുതാം. അറ്റ് ആർ ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈക്വൽ ടു 5/6 ആവുമ്പോൾ ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്ത് വരും? dou z by dou x ഇത് വരും e raised to x by y, that is e raised, okay, അതിന് മുമ്പ് എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് ആർ ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈക്വൽ ടു 5/6 എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് എന്താ വരുക? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ അല്ലേ? അപ്പോൾ എന്ത് വരും? 2 cos 5/6. cos 5/6 is √3/2, that is 2 into √3/2, that is √3. ഇനി y ഈക്വൽ ടു
r sin theta, that is 2 cos pi by 6, sorry, 2 r sin theta അല്ലേ, 2 sin pi by 6 വരും. That is 2 into 1 by 2, that is 1. x ഉം y ഉം ആയി. x ഉം y ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്, ഓരോരോ x ഉം y ഉം, പിന്നെ e raised to x by y. e raised to x by y എന്ത് വരും, e raised to root 3 by 1, that is e raised to root 3. cos theta എന്ന് പറയുന്നത് cos pi by 6. cos pi by 6 എന്ന് പറഞ്ഞാൽ root 3 by 2. Again x ന്റെ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി e raised to x by y ചെയ്തു. 1 minus x by y ഉണ്ട്. x by y അതൊക്കെ നമുക്ക് കാണാം sin theta ആവും. അപ്പോൾ dou z by dou r at r equal to 2, theta equal to pi by 6 എന്ത് വരും, x plus y. x plus y എന്ന് പറഞ്ഞാൽ root 3 plus 1. e raised to x by y, that is e raised to root 3 into cos theta. cos theta is root 3 by 2 plus x into x is again root 3. e raised to x by y again root 3 into 1 minus x by y, that is root 3 by 1, that is root 3. sin theta. sin theta യുടെ വാല്യൂ എന്താ വരിക, sin theta sin pi by 6 1 by 2 വരും into 1 by 2. അതിനെന്ത് ചെയ്യുക, ടേമിന് ഒന്ന് ആഡ് ചെയ്യുക. അപ്പം എന്ത് വരും, ഫസ്റ്റ് നോക്കൂ, e raised to root 3 എല്ലാത്തിലും കോമൺ ആണ്, അതിന് ഔട്ട് സൈഡ് വെച്ചു. e raised to root 3, ഇനി root 3 plus 1 into root 3 by 2, അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 plus 3 by 2 വരും ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം പ്ലസ് root 3 by 2 വരും. ഇനി അതേപോലെ ഇതിൽ പ്ലസ് root 3 by 2 minus 3 by 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് root 3 plus 1 into root 3 by 2 മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരും, root 1 minus root 3 into ഒരു 1 by 2 ഉണ്ട്, ഒരു into root 3 ഉണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരും. 3 by 2 minus 3 by 2 ഉണ്ട്, ആ ടേമിന് ക്യാൻസൽ ചെയ്താൽ ഫസ്റ്റ് പ്ലസ് 3 by 2 ലാസ്റ്റ് മൈനസ് 3 by 2, ഫസ്റ്റും ലാസ്റ്റും ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം അത് ക്യാൻസൽ ചെയ്താൽ എന്താ വരിക, root 3 by 2 plus root 3 by 2, അതായത് എന്താ, root 3 by 2 plus root 3 by 2 into 2 into root 3 by 2, that is root 3. So final answer is root 3 e raised to root 3. Okay, root 3 e raised to root 3. ആ വാല്യൂസ് എഴുതി ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ അതിലേക്ക് ചെയ്യാൻ മാത്രം.